വാട്സാപ്പിൽ ഒരാൾക്ക് ഹായ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്നാൽ സാധിക്കും. ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി, അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒന്നുമല്ല കേട്ടോ. ഇതിനർത്ഥം ലോകത്തിലുള്ള എല്ലാവരുടെയും വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചിട്ട് അവരുടെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നല്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഒരു അത്യാവശ്യ ഘട്ടത്തിന് വീട്ടിൽ നിന്നും പുറത്തു പോയി, എന്നിട്ട് വരേണ്ട സമയമായിട്ടും അവർ തിരിച്ചു വരുന്നത് കാണുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ആധി ഉണ്ടാകും, അവരെവിടെ പോയി, ഇനി കോൾ ചെയ്തിട്ടും അവരെടുക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പം മൊബൈൽ ബാഗിലായിരിക്കും, സൈലൻറ്റിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഹായ് അയച്ചു നോക്കിയാൽ മതി, കൃത്യമായിട്ട് അവർ എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആരുടെ ലൊക്കേഷനാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അവരുടെ മൊബൈലിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് പോകാം. അതിനായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഫിനിഷ് എന്ന് കാണും, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗീവ് പെർമിഷൻസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരിക. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് എന്ന ഭാഗം ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. എന്ത് മെസ്സേജ് അയച്ചാലാണ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്തും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സ്മോൾ ലെറ്ററിൽ ഹായ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു മൊബൈലിൻ്റെ ബാറ്ററി ലെവൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അവിടെ നെറ്റ്വർക്ക് ക്വാളിറ്റിയും കൂടി അറിയണം എന്നുണ്ടെങ്കിൽ അതും ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഡൺ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ പരസ്യങ്ങൾ വരികയാണെങ്കിൽ, ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ട് പരസ്യം വരും, ആദ്യത്തെ സെറ്റപ്പിൽ മാത്രമാണ് പരസ്യങ്ങൾ വരിക. അത് തീർന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ അത് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സെറ്റിങ്സും കൂടി ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിൽ പോകും. ഇവിടെ പെർമിഷൻസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗമുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അലോ ഓൾ ദ ടൈം എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു മൊബൈലിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് കാണണ്ട എങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതിനായിട്ട് എല്ലാ മൊബൈലിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കും. ഇഷ്ടമുള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 2 3 4 5 6 ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഹൈഡ് എന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുകയാണ്. അങ്ങനെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കില്ല. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഹൈഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു മൊബൈലിൽ നിന്നും ഈ ഒരു മൊബൈലിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് വിടുകയാണ്. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത് എന്ന്. ഞാൻ മറ്റൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്, ഇവിടെ എൻ്റെ വാട്സാപ്പും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മറ്റൊരു മൊബൈലിൽ നിന്നും ഹായ് ഇവിടെ അയക്കാണ്. സ്മോൾ ലെറ്ററിൽ ഹായ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം സെൻഡ് ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇവിടെ ആ ഒരു ലൊക്കേഷൻ വന്നു കഴിഞ്ഞു. ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ 52% കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് മീഡിയമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, വ്യത്യസ്തമായ മറ്റൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തു, ഇവിടെ സെൻഡ് കൊടുത്തു. അങ്ങനെ സെൻഡ് കൊടുത്താലൊന്നും നമുക്ക് ലൊക്കേഷനോ മറ്റുള്ള കാര്യങ്ങളോ അറിയാൻ സാധിക്കില്ല. നമ്മൾ ആ മൊബൈലിൽ എന്താണോ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് തന്നെ ടൈപ്പ് ചെയ്യണം. ഞാനിപ്പോൾ വീണ്ടും സ്മോൾ ലെറ്ററിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുകയാണ്.
ഉടനെ തന്നെ നമുക്ക് ഇതാ ലൊക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ ലൊക്കേഷൻ ഇവിടെ ഗൂഗിൾ മാപ്പ് വഴി എത്തിച്ചേരാൻ സാധിക്കും. ദാ കണ്ടോ, ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയിട്ട് കൃത്യമായിട്ട് ഇതാ ഇതുപോലെ കാണിക്കുമ്പോൾ നോ താങ്ക്സ് കൊടുത്താൽ മതി. ദാ ഇവിടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞു. ഡയറക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ആ ഒരു മൊബൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആ മൊബൈലിലെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അതിൽ നമ്മൾ സെൻഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. ദാ ഇവിടെ താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ പോലെയൊന്നും വരില്ല. പക്ഷേ അവിടെ മെസ്സേജ് എന്തോ സെൻഡ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലൊക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ എങ്ങനെയാണ് ലൊക്കേഷൻ സെൻഡ് ആയിട്ടുള്ളത് എന്നൊന്നും അവർക്കൊരിക്കലും മനസ്സിലാക്കിയെടുക്കാനേ സാധിക്കില്ല. ഓക്കെ, വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അവരുടെ ലൊക്കേഷൻ എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി സാധിക്കും. ഓക്കെ, ഇതൊരു ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒന്നുമല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.